ചിപ്പ് ഗ്ലൂ കൊണ്ട് അറ്റാക്ക് തുടങ്ങിയാൽ എല്ലാവരും ഉടുമ്പ് പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. കീക്കോ ഈ ഡമ്മി വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? 2 വേർഡ്സിൽ പറയണമെങ്കിൽ കിക്ക് പ്രാക്ടീസ്. പക്ഷേ കീക്കോയ്ക്ക് എല്ലാ കിക്കും നന്നായിട്ട് അറിയാലോ. ഇപ്പൊ സ്പെഷ്യലായിട്ട് ഏത് തരം കിക്കാ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കാല് തറയിൽ തൊടാതെ കാറ്റിൽ പറക്കുന്ന സമയത്ത് തന്നെ കിക്ക് ചെയ്യാനുള്ള പ്രാക്ടീസ് ആണ്. കാല് താഴെ വെക്കാതെ കിക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രയാസമല്ലേ? എത്ര കഷ്ടമാണെന്ന് വെച്ചാൽ ആഹാരം എന്നിൽ നിന്ന് ഒരുപാട് ദൂരെ ഉള്ളത് പോലെ. പറഞ്ഞപ്പോ വീണ്ടും എനിക്ക് വിശപ്പ് തുടങ്ങി. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? പ്രയാസമാണ്, അതുകൊണ്ടാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. ട്വിങ്കിൾ, നീ ഇപ്പൊ റെഡിയാണോ? 2 വേർഡ്സിൽ പറയണമെങ്കിൽ സൂപ്പർ റെഡി. ഓക്കേ, ഞാൻ മേളിലോട്ട് ഡൈവ് ചെയ്യുന്ന സമയത്ത് നീ ഡമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിക്കൊണ്ടിരിക്കണം. കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്താലേ എനിക്ക് കിക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. എന്റെ ദൈവമേ, കീക്കോ എത്ര പെട്ടെന്ന് ബാലൻസ് ചെയ്ത് നിന്നത്, അതും ഡൈവ് ചെയ്യുന്ന സമയത്ത്. ഇതൊക്കെ കാണുമ്പോ എനിക്ക് വിശപ്പ് ഒരുപാടങ്ങ് കൂടുകയാ. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? ഈ മേഘങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്നാ വന്നത്. ഒരല്പം സൂക്ഷിച്ച് ചട്പട്ട്. പേസ്റ്റ് വെച്ചൊട്ടിക്കുന്ന ഈ ഡൈ പ്ലേറ്റ് സുരക്ഷിതമായിട്ട് സൺസിറ്റിയിൽ കൊണ്ടുപോയി എത്തിക്കേണ്ടതാണ്. ഡോണ്ട് വെറി മേയർ. ഒരു പക്ഷേ കടലിനടിയിൽ നിന്നും അഗ്നിപർവ്വതം പൊട്ടിയാലും ശരി, ഞാൻ നിങ്ങളെ സൺസിറ്റിയിൽ കൊണ്ട് ചേർത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ അദ്ദേഹം ആ ഡൈ പ്ലേറ്റിനെ വളരെ സേഫ് ആയി സൺസിറ്റിയിൽ കൊണ്ടുപോയി എത്തിക്കുമെന്നാ, അല്ലേ സാറേ? കറക്റ്റ്. ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കണം ജൂനിയർ, കുറുമ്പുകൾ ചെയ്യുന്ന കുട്ടികളെ ചട്ടമ്പി എന്ന് പറയും. കള്ളൻ പരുന്തിനെ പോലെ പറഞ്ഞാലും ഞാൻ അത് കണ്ടുപിടിക്കും. അതാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. കാലക്കി സാറേ, സൂപ്പർ പോയിന്റ് സാറേ. ഞാൻ അതൊന്ന് എന്റെ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പരുന്തിന്റെ ചിറകാണ് ഹെലികോപ്റ്ററിൽ തട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോയിന്റ് കട്ട് ചെയ്തേക്കാം. ഓക്കേ ട്വിങ്കിൾ, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. ഇപ്പൊ ചെയ്ത കിക്ക് 2 വേർഡ്സിൽ പറയണമെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. സംഗതി ഡിഫിക്കൽട്ട് ആണ്, പക്ഷെ അത് ഇംപോസിബിൾ അല്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ, ആ സ്റ്റൈലിലുള്ള കിക്ക് ഞാൻ തീർച്ചയായും പഠിക്കും. അത്തരം കിക്കൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല കിക്കോ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തവൻ മണ്ടനാണ്. ടോണി ബോസ് പേടിത്തൊണ്ടനാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. നീ ഇപ്പൊ എന്താടാ പറഞ്ഞ? ബോസ്, ഞങ്ങളല്ല അങ്ങനെ പറഞ്ഞത്, മറ്റുള്ളവരാ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ കാല് തറയെ തൊടാതെ അതുപോലൊരു സെയിം കിക്ക് ചെയ്യ്. കീക്കോടെ മുമ്പിൽ അത് ചെയ്ത് കാണിച്ച് നിങ്ങൾ പേടിത്തൊണ്ടെന്നല്ലെന്ന് തെളിയിക്കേ. ഇപ്പൊ ഞാൻ കിക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ള ബാക്കി കാര്യം. റെഡി ബോസ്, ഇപ്പൊ നിങ്ങൾ ജമ്പ് ചെയ്യ്. ഞാൻ ടാർഗറ്റിനെ ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കിക്കൊണ്ടിരിക്കാം. കിക്കിന്റെ കാര്യം വിട്ടേക്ക്, അത് കണ്ടില്ലേ? ടോണി ബോസ് തറയിൽ കാല് വെക്കാതെ എങ്ങനാ കിടന്ന് കറങ്ങുന്നതെന്ന് കണ്ടില്ലേ? വെരി ഗുഡ് ബോസ്, വെരി ഗുഡ്. ഒരല്പ സമയത്തിനുള്ളിൽ നമുക്ക് സൺസിറ്റിയിൽ ചെന്നെത്താം. അതാ അത് കണ്ടോ?
ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. റേഡിയോയിലൂടെ ആരോ ഗ്ലൂ വിൽക്കുകയാണെന്ന് തോന്നുന്നു. ഗ്ലൂ അല്ല ഞാൻ വിൽക്കുന്നത്, പക്ഷേ നോട്ടുകൾ അടിക്കാനുള്ള ആ ഡൈപ്ലേറ്റ് വാങ്ങാൻ വന്നതാ. നിങ്ങളും നിങ്ങളുടെ ഹെലികോപ്റ്ററും സുരക്ഷിതമായി ലാൻഡ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ആ ഡൈപ്ലേറ്റ് താഴേക്ക് വേഗം വലിച്ചെറിഞ്ഞേക്ക്. ഈഷ്, ആരാ സംസാരിക്കുന്നത്? അവരെവിടുന്ന ഈ ഫോണിൽ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവര് കേൾക്കില്ലെന്നാ തോന്നുന്നത്. വേഗം ചെല്ലു ചട്ട്പട്ട്. നിങ്ങൾ വിഷമിക്കേണ്ട സർ, ഇത് ബുള്ളറ്റ് പ്രൂഫാണ്, റോക്കറ്റ് പ്രൂഫുമാണ്. ആർക്കും ഹെലികോപ്റ്ററിനെ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. കലക്കി സാറേ, ഞാൻ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ഹെലികോപ്റ്റർ ബുള്ളറ്റ് പ്രൂഫ് ആണ്, പക്ഷേ ഗ്ലൂ പ്രൂഫ് അല്ലല്ലോ. ചിക്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഈഷ്, അവൻ നമ്മൾ വിടാതെ ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ. ഹെലികോപ്റ്ററിന്റെ ഫാൻ ചുറ്റുന്നത് നിന്നുപോയി. ഇപ്പോൾ നമ്മൾ എല്ലാവരും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോ ജീവനോടെ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടിയേ പറ്റൂ. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും കുടുംബ പോലെ അങ്ങ് ഒട്ടിപ്പിടിക്കും. മേയർ അങ്കിൾ ഇന്ന് സൺസിറ്റിക്ക് വേണ്ടിയിട്ട് നോട്ടുകൾ പ്രിന്റ് ചെയ്യാനുള്ള പുതിയ ഡൈപ്ലേറ്റ് വാങ്ങാൻ പോയിരിക്കുക. പക്ഷേ ഇത്രയും നേരമായിട്ട് എന്താ വരാത്തത്? R7 ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു എന്ന് വെച്ചാൽ ഇവിടെ എവിടെയോ പ്രശ്നമുണ്ടെന്നർത്ഥം. സിഗ്നൽ അവിടെ നിന്നാണ് വരുന്നത്. ഉടൻ തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ആദ്യം സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലിടൻ അടി വന്നെത്തുന്ന ഹീറോ, ഉളങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരില്ല വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, വേഗം അങ്ങോട്ട് പോ. തീർച്ചയായും അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഓക്കേ കീക്കോ. നോട്ടുകൾ അച്ചടിക്കുന്ന ഈ ഡൈപ്ലേറ്റ് ആദ്യം തന്നെ എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഇത്രയ്ക്കൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ചിപ്പ് ഗ്ലൂ കൊണ്ടങ്ങ് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ആ കാശ് പ്രിന്റ് ചെയ്യുന്ന ഡൈപ്ലേറ്റ് അത് ഞങ്ങളുടെ സൺസിറ്റിയുടേതാണ്. നിങ്ങൾ അത് തട്ടിപ്പറിച്ച് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് ശരി കുട്ടികളെ, ഈ ചിപ്കുയെ നിങ്ങൾ പേടിപ്പിക്കുകയാണോ? പേടിപ്പിച്ചതല്ല, റിക്വസ്റ്റ് ചെയ്തതാണ്. നിങ്ങൾ പ്ലീസ് ആ ഡൈപ്ലേറ്റ് തിരിച്ചു കൊടുത്തിട്ട് ചെയ്ത തെറ്റ് ശരിയാക്കൂ. എനിക്ക് തോന്നുന്നത് നിന്റെ ബോഡിയുടെ കൂടെ ചേർത്ത് നിന്റെ വായും ചേർത്തൊട്ടിച്ചേ പറ്റുന്നാ തോന്നുന്നേ. നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ ഗ്ലൂ എന്റെ കാലുകളിൽ ശരിക്കും ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. നിൽക്കൂ, വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 67 അപ്ലൈ ചെയ്. ഓക്കേ ഡൂഡ്, ഇനിഷിയേറ്റിംഗ് ഫോർമുല നമ്പർ 67. ആ ടയേഴ്സ് ബുള്ളറ്റ് പ്രൂഫ് ആണ്. നിക്ക്, ഞാൻ സ്പീഡ് ഒരൽപ്പം കൂട്ടാം. Zip zap zip zap zip zap zoo. Don't make a mistake, Chipku. Kiko, stop his glue attack. We're about to bring it back. Go 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 go. We shouldn't be out here, bro. The die plate needs to be saved. Kiko, the road will be paved. Go 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 go. Zip zap zip zap. Let's go. Go 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 go.
വാ വാ, എന്താ നിന്ന് കളഞ്ഞത്? ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. സൂപ്പർ സ്പീഡോ, നിനക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നീ R7ലേക്ക് തിരിച്ചു പോയേക്ക്. പിന്നെ ഞാൻ ചിപ്കുനെ ഫോളോ ചെയ്യാം. ഓക്കേ കീക്കോ. കം ബാക്ക് ബഡി. R7ന്റെ അകത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇപ്പൊ ആ ചെറുക്കനെയും നമ്മുടെ ഗ്ലൂ കൊണ്ട് എവിടെയെങ്കിലും ഒട്ടിപ്പിടിപ്പിച്ച് നിർത്തണം. എന്റെ ടാർഗറ്റിൽ നിന്ന് നീ രക്ഷപ്പെട്ട് ചാടി നീ എന്റെ അടുത്തേക്ക് വന്നത് മനസ്സിലായി. പക്ഷെ ഈ ഗ്ലൂവിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? അത് ഞാൻ ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നിനക്കെന്നെ ഈ ഗ്ലൂവിൽ നിന്ന് രക്ഷപ്പെടുത്താനാകുമോ? അതെ, എനിക്ക് അൾട്രാവേവിന്റെ ഹീറ്റ് കൊണ്ട് ഗ്ലോ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊരല്പം സമയം പിടിക്കും. താങ്ക് യു സൂപ്പർ സ്പീഡോ. വേഗം ചെല്ല്, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ രക്ഷിക്കാം. ഇത് കണ്ടോ ബിട്ടു, ചിലർ പൈസ മോഷ്ടിക്കുന്നു. പക്ഷെ ഞാൻ ആ പൈസ പ്രിന്റ് ചെയ്യാനുള്ള ഡൈ പ്ലേറ്റ് തന്നെ മോഷ്ടിച്ചു. ഇനി എന്റെ ഇഷ്ടം പോലെ എത്ര പൈസ വേണമെങ്കിലും എനിക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. എനിക്ക് കുറഞ്ഞ പക്ഷം 3 അല്ലെങ്കിൽ 4 മുളക് തരണം, അതും ചുവന്ന മുളക്. 3-4 മുളക് മാത്രമല്ല, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് 1 ലോഡ് മുളക് തന്നെ കൊണ്ടുവന്ന് ഇറക്കിയേക്കാം. പിന്നെ കിടക്കുന്നത്, എഴുന്നേൽക്കുന്നത്, കഴിക്കുന്നത്, കുടിക്കുന്നത് എല്ലാം മുളക് മെത്തയിൽ തന്നെ ചെയ്തോ. മുളകിന്റെ മെത്ത നമുക്ക് പിന്നീട് റെഡിയാക്കാം. ശരിക്കും ഈ ഡൈ പ്ലേറ്റ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നീ പറഞ്ഞത് ശരിയാ, ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തേക്കാം. ബോസ്, ഇത് ഒറിജിനൽ നോട്ട് അല്ല. അവര് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. ഇതൊന്ന് ശരിക്കും നോക്കൂ. ഈ നോട്ട് ഒരു സൈഡ് മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ, മറ്റേ സൈഡ് നിങ്ങളുടെ തല പോലെ എംപ്റ്റി ആണ്. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ബോസ്, ഞാൻ തത്തമ്മയാണ്. പക്ഷെ അവര് നിങ്ങളെ ശരിക്കും പറ്റിച്ചിരിക്കുക. നോട്ടുകൾ ഒരു സൈഡ് മാത്രം പ്രിന്റ് ചെയ്യാനുള്ള ഡൈപ്ലേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റേ സൈഡിന്റെ ഡൈപ്ലേറ്റ് അവരുടെ കയ്യിലാണുള്ളത്. അവരെല്ലാവരും ചേർന്ന് തന്നെ പറ്റിച്ചിരിക്കുകയാണല്ലേ. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ടോട്ടൽ സൺസിറ്റിയും അനുഭവിക്കേണ്ടി വരും. ചിപ്കു 2 ഡൈപ്ലേറ്റും കൊണ്ടുപോയോ? ഇല്ല, രണ്ടാമത്തെ ഡൈപ്ലേറ്റ് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിന്റെ ഐഡിയ ശരിക്കും വർക്കൗട്ടായി. നീ പറഞ്ഞതുപോലെ ഞങ്ങൾ 2 ഡൈപ്ലേറ്റ്സിനെയും മാറ്റി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ, അതായത് രണ്ടാമത്തെ ഡൈപ്ലേറ്റ് നമ്മുടെ കയ്യിലാണെന്ന് ചിപ്കുവിന് മനസ്സിലാവുമ്പോൾ അവനത് തട്ടിപ്പറിക്കാൻ നമ്മളെ തേടി വരും. ഒരു പ്രാവശ്യം പണം പ്രിന്റ് ചെയ്യുന്ന ഡൈപ്ലേറ്റിനെ കൊള്ളയടിച്ചു പോയ കള്ളനെ ഞാൻ പിടിച്ചിട്ട് ഒരുപാട് ഇടിച്ചു. പിന്നെ അവൻ ചില്ലറ മോഷ്ടിക്കാൻ പോലും ഭയന്നിട്ടുണ്ട്.
സത്യമാണോ അങ്കിൾ? അല്ലാതെ പിന്നെന്താ? ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ കോയിൻസ് വന്ന് വീഴട്ടെ. നിങ്ങൾ പറഞ്ഞത് എല്ലാം കള്ളമാണല്ലേ? ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് തുടങ്ങിയാൽ എല്ലാവരും ഉടുമ്പ് പോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. വിഷമിക്കേണ്ട കീക്കോ, ഇപ്രാവശ്യം ചിപ്കോയ്ക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പ്ലാൻ ചെയ്ത് നമുക്ക് അവനെ മടക്കാം. ഇതെവിടുന്നാ ഈ ശബ്ദം? ആ സൈഡിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും കൂടി എന്നെ മടക്കി പിടിക്കാൻ പ്ലാൻ ചെയ്യുകയാണ് അല്ലേ? ഞാൻ ഓൾറെഡി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് തുടങ്ങിയാൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. അവരെ എല്ലാവരും രക്ഷിക്ക്. ചിപ്കുന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കേ കീക്കോ. അത് കണ്ടോ? നിങ്ങളുടെ മരണം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സൂപ്പർ സ്പീഡോ അവിടെ മറ്റുള്ള ജനങ്ങളെ രക്ഷിക്കുന്നതിൽ ബിസിയാണ്. പക്ഷെ നിങ്ങളെല്ലാവരെയും ആരാ രക്ഷിക്കാൻ പോകുന്നത്? ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് നല്ലതാണ്. നിങ്ങൾ ആ രണ്ടാമത്തെ ഡൈപ്ലേറ്റ് എനിക്ക് തന്നേക്ക്. പിന്നെ ഞാൻ ആ റോഡ് റോളറിനെ നിർത്തിയേക്കാം. അതല്ലെങ്കിൽ ഡൈപ്ലേറ്റ് പൈസ പ്രിന്റ് ചെയ്യുന്നത് പോലെ അതേപോലെ ഈ റോഡ് റോളറും നിങ്ങളെ എല്ലാവരെയും ഈ റോഡിൽ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഈ ഡൈപ്ലേറ്റ് ചിപ്കുന്റെ കയ്യിൽ കൊടുത്തേ പറ്റൂ. ദാ, ഇതാണ് നീ ചോദിച്ച ഡൈപ്ലേറ്റ്. പക്ഷെ പ്ലീസ് ആ റോഡ് റോളറിനെ ഒന്ന് നിർത്ത്. വേണ്ട കേക്കോ, അത് തെറ്റാണ്. ഡൈപ്ലേറ്റ് ചിപ്കുവിന് കൊടുക്കണ്ട. എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ റൈറ്റും റോങ്ങും ഒന്നും നോക്കാറില്ല. സംഗതി കൊള്ളാം. ഇപ്പൊ ഞാൻ ഇറങ്ങുകയാണ്. ഒരു വലിയ തുക പ്രിന്റ് ചെയ്യാനുണ്ട്. അതുവരെ നിങ്ങളും ഈ റോഡ് റോളറിന്റെ അടിയില് റിലാക്സ് ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടിരിക്കുക. പക്ഷേ നീയല്ലേ പറഞ്ഞത് ഡൈപ്ലേറ്റ് നിനക്ക് തരികയാണെങ്കിൽ നീ ആ റോഡ് റോളർ നിർത്താമെന്ന്? ആണോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? പക്ഷേ എനിക്കത് ഒട്ടും ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു കാര്യവും ഞാൻ ഒരിക്കലും ചെയ്യാറുമില്ല. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. എന്റെ ദൈവമേ, ആ ചിപ്കു നമ്മളെ ചീറ്റ് ചെയ്തു. താങ്ക് യു സൂപ്പർ സ്പീഡോ. എത്രയും വേഗം എന്റെ കാലിലെ ഈ ഗ്ലൂവിനെ നിന്റെ അൾട്രാവേവ് ഹീറ്റ് കൊണ്ട് റിമൂവ് ചെയ്യേ. നീ മറ്റുള്ളവരെയും ഫ്രീ ആക്ക്. അതിനുള്ളിൽ ഞാൻ ചിപ്കുനെ ഫോളോ ചെയ്യാം. ഓക്കെ, ഞാനും പുറകിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെ സൂക്ഷിക്കണം, കാരണം ഈ ഗം ഉരുകാൻ കുറച്ച് സമയമെടുക്കും.
എന്റെ ഗ്ലൂ പോലെ ഇവൻ എന്റെ പിന്നാലെ ഒട്ടി നിൽക്കുകയാണല്ലോ, വിട്ടു പോകുന്നില്ലല്ലോ. ചിപ്കു, ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ഇനി ഒരു ചാൻസും ഇല്ല. അതിങ്ങിതാ, ആദ്യം ആ ഡൈ പ്ലേറ്റ് എന്റെ കയ്യിൽ തന്നേക്ക്. ആണോ? നിനക്കെന്താ ഡൈപ്ലേറ്റ് വേണോ? ഇന്നാ വാങ്ങിച്ചോ ഡൈപ്ലേറ്റ്. പക്ഷെ നിനക്കിത് വേണമെങ്കിൽ നീ എന്റെ ഈ ഗ്ലൂ സർക്കിൾ കടന്ന് അകത്തോട്ട് വരണം. ഒരു പക്ഷെ നീ ഇതിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ നിന്റെ കാര്യം പോക്ക. ചിപ്കു ഗ്ലൂ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ എല്ലാവരും ഉടുമ്പ് പോലെ അങ്ങ് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇപ്പൊ ചിപ്കുനെ വകവരുത്താൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ തറയിൽ കാല് വെക്കാതെ കാറ്റിൽ പറന്നോണ്ട് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാവുമ്പോൾ അവന്റെ ഗ്ലൂ എന്റെ കാലിൽ തൊടില്ല. എന്റെ ഈ വെഹിക്കിളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആന്റി ഗ്ലൂ കോട്ടിംഗ് കാരണം ഞാൻ ഒരിക്കലും ഗമ്മിൽ ഒട്ടില്ല. പക്ഷെ നീ എത്രയും പെട്ടെന്ന് അതിൽ കുടുങ്ങി പോകുന്നതായിരിക്കും. അവസാനം ചിപ്കുവിന്റെ ഈ ഗ്ലൂവിൽ വന്ന് നീ കുടുങ്ങി പോയില്ലേ? ഇനി നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ എങ്ങനെ നിൽക്ക്? ഞാൻ പോവാ, പറന്നു പോവാ. മരത്തിന്റെ മേലെ കൂടെ ചാടി ചാടി പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി ചിപ്കുനെ തടഞ്ഞു നിർത്താൻ അവസാനമായി ഒരൊറ്റ വഴിയേ ഉള്ളൂ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 168 അപ്ലൈ ചെയ്. Okay, buddy. Formula number 168 activating. Kiko, ipo nee endengilum cheyyu. എടാ, ചട്ടിയിൽ കിടക്കുന്ന മീൻ ചാടിയാലും തുള്ളിയാലും അവസാനം അതിനകത്ത് തന്നെ വീഴേണ്ടി വരും. എന്താ പറഞ്ഞ സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്. കൊള്ളാം കിക്കോ, ഇന്ന് നീ ഡൈപ്ലേറ്റ്സിനെ രക്ഷിച്ചിട്ട് വീണ്ടും ഒരു കാര്യം നിരൂപിച്ചിരിക്കുകയാണ്. നീ ഇവിടെ ഉള്ളത് വരെ സൺസെറ്റിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ആഹാ.